യെസ് മാനേജർ. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. പിന്നെ എന്റെ ആൺമക്കളുടെ സമ്മതം കൂടി ചോദിച്ചിട്ട് വാക്കുറപ്പിക്കാം. യെസ്, ഓക്കെ, താങ്ക് യു. ആരുടെ ഫോണ്? IG ആണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഇന്ന് ബോംബെയിൽ നിന്നെത്തും. റാണിയുടെ വിവാഹക്കാര്യം നമുക്ക് ഉടനെ തീരുമാനിക്കണം. റാണി എവിടെ? അവൾ അമ്പലത്തിൽ പോയിരിക്കുക. നാളെ അമ്പലത്തിൽ പോകാൻ പറഞ്ഞേ. വരാൻ ചേച്ചി. എന്നാലേ വീട്ടിൽ പോയി കാപ്പിയൊക്കെ കുടിച്ചിട്ട് നിനക്ക് പോവാം. എനിക്ക് പഠിക്കാൻ പോണല്ലോ. അത് നിങ്ങൾ സമയമുണ്ടല്ലോ. പിടിച്ച് കേരളാവേ. നീ വെക്കോ. നിന്നെ വിടാനോ? നിന്റെ അച്ഛൻ എന്നോട് ചെയ്തതിന്റെ പ്രതികാരമാണ് ഇത്. അതല്ല ഞാൻ ഇത്രയും പാടുപെട്ട് ശീലാവി ചമയാതിരി ഇപ്പൊ ഓടി വരും നിന്റെ അച്ഛനെ സഹായിക്കാൻ. ഇനി ഇവിടെ വരാനാ പറയുന്നത്. ഉണ്ണി, എന്താ മോനെ? ചേച്ചി അലക്സാണ്ടർ മുതലാളിയുടെ ആൾക്കാരെ പിടിച്ചോണ്ട് പോയി. എങ്ങോട്ട്? എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക്. ഇവളെ എവിടെയെങ്കിലും കൂടെ കളഞ്ഞേക്ക്. മോളെ
നിന്നെ നശിപ്പിച്ചവൻ ഞാൻ കൊന്നു മോളെ. അയ്യോ അച്ഛാ, ഇവനല്ല, അലക്സാണ്ടറാണ് എന്നെ നശിപ്പിച്ചത്. മോളെ, ഇവിടെ നടന്നുവെന്നും ആരും അറിയില്ല. അറിഞ്ഞാൽ മോളെക്കുറിച്ചുള്ള അച്ഛന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോകും. വരൂ മോളെ, വരൂ. എന്നൊക്കെ അച്ഛന്റെ വാച്ച്. ഈശ്വര, എന്റെ കുഞ്ഞിന്റെ ജീവിതം പാഴായി പോയല്ലോ. ലക്ഷ്മി, ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഇനി ഞാൻ ജീവിക്കുന്നത്. വിജയനും രാജനും ഇത് അറിയരുത്. അറിഞ്ഞാൽ അവരും കൊലയാളികളാകേണ്ടി വരും. ഞാൻ പോവുകയാണ്. അലക്സാണ്ടർ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ കണ്ടുപിടിക്കും. മോളെ, എന്റെ മോളെ. സാർ, ഒരു ടൂർ കഴിഞ്ഞ് ഇന്നാണ് ഞാൻ മടങ്ങിയെത്തിയത്. എന്റെ ബംഗ്ലാവിൽ വെച്ച് ഇങ്ങനൊരു സംഭവം നടന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോയി സാർ. മിസ്റ്റർ രാജൻ, ഇതുവരെ നമുക്ക് കിട്ടിയ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ രാഘവനെ കൊന്നത് കമ്മീഷനാണെന്ന് വ്യക്തമാണ്. ഈ കൊലപാതകം നടക്കാനുള്ള കാരണവും ഞാൻ പറയാം സാർ. എന്റെ PA ഒരു പെൺകുട്ടിയുണ്ട്, വത്സ. മരിച്ചുപോയി ഈ രാഘവന്റെ പെങ്ങൾ. മിസ്റ്റർ രാജൻ, അച്ഛനെ കുറിച്ച് ദോഷം പറയുന്നതിൽ ക്ഷമിക്കണം സാർ. കമ്മീഷണർക്ക് ആ പെൺകുട്ടിയുടെ അല്പം ഭ്രമം ഉണ്ടായിരുന്നു. എന്റെ ഹോട്ടലിൽ വെച്ച് തന്നെ രണ്ടുപേരെയും ഞാൻ പിടികൂടിയിട്ടുണ്ട്. ആ വിരോധം കൊണ്ടാണ് അഭിമാനത്തോട് ജീവിച്ചിരുന്ന എന്നെ കമ്മീഷണർ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. ആ പെൺകുട്ടി എവിടെയുണ്ട്? ഇവിടെ തന്നെ ഉണ്ട് സാർ. വത്സലേ, ഇദ്ദേഹം പറയുന്നതൊക്കെ സത്യമാണോ? അതെ സാർ, കമ്മീഷണർ എന്നെ കാണാൻ വന്നത് ചേട്ടന് ഇഷ്ടമായില്ല. അങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത്. ഈ സ്ത്രീയുടെ മൊഴി കൂടെ മത്സരം ചേർത്തോളൂ. അച്ഛനെവിടെ അമ്മേ? അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? അച്ഛനെ കുറിച്ച് ഒരു സംഭവം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാനും എല്ലാം അറിഞ്ഞു. അച്ഛൻ ആരെയെങ്കിലും കൊല്ലുമെന്ന് അമ്മ വിചാരിക്കുന്നുണ്ടോ? എന്നോടൊന്നും ചോദിക്കണ്ട.
നിൽക്കണം അവിടെ. Come on, hands up. കമ്മീഷണർ ഗോപാലമേനോൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. നിന്നെ കൊല്ലാനാണോ ഞാൻ വന്നത്? എടാ, നിന്റെ മകളുടെ പ്രായമില്ലാത്ത എന്റെ കുഞ്ഞിനെ നീ നശിപ്പിച്ചില്ലേടാ? ഞാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ. എന്നെ ഒരു തവണ അവമാനപ്പെടുത്തിയാൽ ഞാൻ 1000 തവണ പകരം വീട്ടും. അപ്പോഴേ അലക്സാണ്ടർ ആരാണെന്ന് നിനക്ക് മനസ്സിലാകുകയുള്ളൂ. നിന്നെ ആദ്യമായിട്ടാണോ ഞാൻ അറിയുന്നത്? എന്നാൽ നീ അവസ്ഥയാണ്. Come on, take care of him. ഹലോ, എസ് ഐ അല്ലേ? ആ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു കൊലപ്പുള്ളി എന്റെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ട്. സാഹചര്യമനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നട്ടല് വളയരുത്. തെറ്റ് ചെയ്തവൻ ഞാനായാൽ പോലും എന്റെ കയ്യിൽ വിലങ്ങി വെക്കാൻ നീ മടിക്കരുത്. കാക്കിയുടുപ്പിട്ട് ഒരു ഭീരുവാകാനല്ല ഇവനെ ഞാൻ ഇതുവരെ എത്തിച്ചത്. ഡിപ്പാർട്ട്മെന്റിൽ എന്റെ മകൻ എന്നേക്കാൾ കഴിവുള്ളവനായിരിക്കണം. ഞാൻ കമ്മീഷണർ ഗോപാലമേനോന്റെ അഡ്വക്കേറ്റാണ്. ഗോപാലമേനോൻ ഇപ്പൊ കമ്മീഷണർ കൊലപ്പുള്ളിയാണ്. കമ്മീഷണറായാലും കൊലപ്പുള്ളിയായാലും അദ്ദേഹത്തിന്റെ മക്കൾക്ക് അദ്ദേഹം അച്ഛനാണെന്നാണ് എന്റെ വിശ്വാസം. അത് വീട്ടിൽ, ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ നിയമമേ നടക്കും. നിയമം ഉണ്ടാക്കിയത് നീതി നടത്താനാണ്. നിങ്ങൾ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. അവർ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് കോടതിയാണ്. അത് കോടതിയില്ല, എന്നെ ആരും നിയമം പഠിപ്പിക്കണ്ട. ഓ, ഇത് കേട്ടാൽ തോന്നുന്നു ഇവിടുത്തെ SI ആണ് ഇന്ത്യൻ പീനൽ കോഡ് എഴുതി ഉണ്ടാക്കിയതെന്ന്. വന്ന കാര്യം പറഞ്ഞാൽ മതി. അത് പറഞ്ഞിട്ട് മനസ്സിലാകാത്തതുകൊണ്ടല്ലേ ഇത്രയും സംസാരിക്കേണ്ടി വന്നത്. എനിക്ക് ഈ കേസിലെ പ്രതിയെ കാണണം. അത് അനുവദിച്ചില്ലെങ്കിൽ
നിങ്ങൾ റിമാൻഡ് ടൈം 24 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ സബ് ജയിലിൽ ചെന്ന് കണ്ടോളാം. വേണ്ട, നിങ്ങൾ പോയി കണ്ടോളൂ. നീ എന്തിനാ വന്നത്? അവൻ അച്ഛനെ ലോക്കപ്പ് ചെയ്താൽ പുറത്തു കൊണ്ടുവരേണ്ട ചുമതല എന്റേതല്ലേ? ഞാൻ കുറ്റം ചെയ്തവനാണ്. കുറ്റവാളികളെ ലോക്കപ്പ് ചെയ്യാനുള്ള വേഷമാണ് അവനിട്ടിരിക്കുന്നത്. കുറ്റം ചെയ്തവരെ പോലും നല്ലവരാക്കുന്ന വേഷമാണ് ഞാനിട്ടിരിക്കുന്നത്. മോനെ, എനിക്കിടങ്കയും വലങ്കയും ഒരുപോലെയാണ്. നിങ്ങൾ തമ്മിൽ മത്സരിക്കണ്ട. സർവ്വ തെളിവുകളോടും കൂടിയാണ് അവൻ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോടതിയിൽ സത്യം പരാജയപ്പെടുമെന്ന് ബോധ്യപ്പെടുമ്പോൾ സാമർഥ്യം കൊണ്ട് ജയിക്കാറുള്ളത് അച്ഛൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാനും അവനും ഉണ്ടാകണമെങ്കിൽ അച്ഛൻ ഉണ്ടാകണം. നമ്മളെല്ലാവരും ഉണ്ടാകണമെങ്കിൽ നിന്റെ അമ്മയ്ക്ക് മനസമാധാനം ഉണ്ടാകണം. ഇന്നു മുതൽ കുടുംബത്തിൽ എന്റെ സ്ഥാനത്ത് മൂത്തവനായ നീയാണ്. നീ വീട്ടിലേക്ക് പോകും. എടാ, നിന്റെ ഡ്യൂട്ടിയും ആദർശവും എത്ര വലുതായാലും സ്വന്തം അച്ഛന്റെ കയ്യിൽ വിലങ്ങ് വെച്ചില്ലേ? അവന്റെ കഴിവുപോലെ അവൻ ചെയ്യട്ടെ അമ്മേ. ആ അച്ഛന് ജനിച്ചവൻ തന്നെയാണ് ഞാനും. അച്ഛൻ കൊല ചെയ്തെങ്കിൽ പോലും ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടാ, നിന്നെ പോലുള്ളവർ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് എത്രയോ കേസുകൾ തെളിവില്ലാതെ കളയുന്നു. നിന്റെ അച്ഛന്റെയാണ് ഈ വീടും സ്വത്തും എല്ലാം. വിജയനോ റാണിക്കോ ഒന്നും കൊടുക്കാതെ ഞാൻ എല്ലാ സ്വത്തും നിനക്ക് തന്നെ എഴുതിത്തരാം. എന്നാലെങ്കിലും നിനക്ക് അദ്ദേഹത്തെ വിട്ടയച്ചൂടെ? അച്ഛൻ എത്ര പേരുടെ കൈക്കൂലി വാങ്ങി അമ്മയുടെ കൊണ്ട് തന്നിട്ടുണ്ട്. നിന്റെ അച്ഛൻ സത്യസന്ധനാണടാ. എന്നാൽ ആ അച്ഛന്റെ മകനാ ഞാനും. അച്ഛൻ എന്നെ പഠിപ്പിച്ചതേ ഞാൻ ചെയ്യൂ. അപ്പോ നിനക്ക് അച്ഛനെ ശിക്ഷിച്ചു തീരുമല്ലേ? അച്ഛനെ അല്ല, അലക്സാണ്ടറിന്റെ ഡ്രൈവറെ കൊന്ന ആളിനെ ശിക്ഷിക്കേണ്ടത്. നമുക്ക് നോക്കാം. നോക്കാം.